ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കാണിക്കുന്നത്. സിമ്പിളാണ്, എന്നാൽ എലഗൻ ലുക്ക് വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സാരിയാണ്. 180 രൂപയ്ക്ക് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു സാരിയാണ്. സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ്, നല്ലൊരു കളറുമാണ്, ഒരു പിസ്ത ഗ്രീനാണ് വരുന്നത്. വില കുറവാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഞാനിത് കട്ട് ചെയ്തെടുത്തു. അപ്പം സ്ലീവും പിന്നെ ലൈനിങ് മെറ്റീരിയലും ഒക്കെ ചേർത്ത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് മെറ്റീരിയൽ കുറച്ച് കളർ വ്യത്യാസമാണ്, എന്നാലും സാരിക്ക് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കളർ വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം ഇനി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതുപോലെ റെയിൻ ഡ്രോപ്പിൻ്റെ ബീഡ്, പിന്നെ വൈറ്റ് ബീഡ് ആൻഡ് സർദോസി സ്പ്രിംഗ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ സ്വിങ് ത്രെഡ് ആൻഡ് നീഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നെക്ക് പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ചുരിദാറിൻ്റെ. ഇനി ഫ്രെയിമിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതേ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം നമ്മൾ വൈറ്റ് ബീഡ് വെച്ചിട്ട് ഒരു 3 എണ്ണം ഇങ്ങനെ അടുത്തടുത്തായിട്ട് സ്റ്റിച്ച് കൊടുക്കുന്ന ഒരു ചെറിയ പൂ പോലെ ഞാനിങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിന് ചുറ്റുമാണ് നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്നത്. അത് സർദോസി സ്പ്രിങ്ങും പിന്നെ റെയിൻ ഡ്രോപ്പ് ബീഡും കൂടെ പിടിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എന്നാൽ നല്ല എലഗൻ ലുക്കാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസിന് പകരം നിങ്ങൾക്ക് സ്റ്റോണോ സ്വീക്വൻസോ അതൊക്കെ വെച്ച് ചെയ്യാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ ഷോളും പാൻറ്റും ഏത് കളറാണ് ഇതിന് മാച്ചായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കളറിൽ മാച്ചായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ത്രെഡ് വർക്കും ചെയ്തു കൊടുക്കാം. അപ്പം ഞാനിത് ഏകദേശം ഇതുമായിട്ട് മാച്ചായി പോകുന്ന ഒരുവിധം കളർ ഷോളും പാൻറ്റിനെയും കൂടെ ഇടാം തരത്തിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് ഗോൾഡ് ആൻഡ് വൈറ്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് പിങ്ക് വേണമെങ്കിൽ പിങ്ക് ഷോളും പാൻറ്റും ചെയ്ത് എടുക്കാം, ഇല്ലെങ്കിൽ റോസ് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പീച്ച് കളർ എടുക്കാം, അതും അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ എടുക്കാം, അതും അല്ലെന്നുണ്ടെങ്കിൽ മെറൂൺ കളർ എടുക്കാം. ഇങ്ങനെ എല്ലാ രീതിയിലും ഒരുവിധപ്പെട്ട കളറെല്ലാം മാച്ച് ചെയ്ത് പോകും. അപ്പം ഈ ഒരു വർക്കായതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇതിന് വേണ്ടി ഇനി പാൻറ്റ് ഷോളും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഈ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ വൈറ്റ് പാൻറ്റ് ഷോളും എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെയിൻ ഡ്രോപ്പ് ബീഡും കൂടെ 3 വശം കൂടെ ലീഫ് പോലെ പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വർക്കാണ്. കാരണം ഇതെൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. മാത്രമല്ല, അവൾ അറിയാണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവൾ വീട്ടിൽ വന്ന സമയത്ത് അവളുടെ ഒരു ചുരിദാറിൻ്റെ അളവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ചുരിദാർ. എന്നിട്ട് ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ചെയ്ത് എടുത്തതിൽ. മാത്രമല്ല, നമ്മൾക്ക് ആഗ്രഹത്തോടെ നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് ഇതുപോലെയൊക്കെ സർപ്രൈസായിട്ടൊക്കെ കൊടുക്കുന്ന ഭയങ്കര സന്തോഷമല്ലേ. ആ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ഞാൻ സ്ലീവിൽ ചെറിയൊരു ലേസും കൂടെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.